കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി കയറിയ സംഭവത്തിൽ തെളിവെടുപ്പ് നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് തെളിവെടുപ്പ് നടത്തിയത്. 20ഓളം ജീവനക്കാരെ തെളിവെടുപ്പിന് വിധേയമാക്കി. കഴിഞ്ഞ 19-നായിരുന്നു സംഭവം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചുകയറിയ സംഭവത്തിലാണ് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ തെളിവെടുപ്പ് നടത്തിയത്. സംഭവ ദിവസം ജോലിയിലുണ്ടായിരുന്ന 20ഓളം ജീവനക്കാരെ തെളിവെടുപ്പിന് വിധേയമാക്കി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഷിഫ്റ്റിലെ ജീവനക്കാർക്ക് സംഭവത്തിനു ശേഷം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ക്ലീനിംഗ് ജോലിക്കാർ എന്നിവരെയാണ് തെളിവെടുപ്പിന് വിധേയരാക്കിയത്. കഴിഞ്ഞ മാസം 19-നായിരുന്നു സംഭവം. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് തേടിയിരുന്നു. ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ DMO രേഖപ്പെടുത്തിയതിന്റെയും തെളിവെടുപ്പ് നടത്തിയതിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് DMO മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ടിൽ നമ്മുടെ ജില്ലാ നഴ്സിംഗ് ഓഫീസർ വന്ന് അന്വേഷണം നടത്തിയിരുന്നു. പിന്നെ സൂപ്രണ്ടിൻ്റെ രീതിയിലുള്ള സൂപ്രണ്ടിൻ്റെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിന്മേലുള്ള ഇതിൽ നമുക്കിപ്പം ഏതായാലും ഒരു പഴയ നീഡിൽ ആശുപത്രി കിടക്കയിൽ വരാൻ പാടില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൂട്ടായിട്ടുള്ള ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് വന്നത്. അല്ല, നടപടി അവിടെ നിൽക്കട്ടെ. നമ്മളപ്പോൾ ആ ഒരു ഡിസ്കഷന്റെ കാര്യത്തിലാണ് സൂപ്രണ്ടും നഴ്സിംഗ് സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും നമ്മളെല്ലാവരും കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, കുറച്ച് കറക്ഷൻസ് ഒക്കെ അവരുടേതായിട്ടുള്ള സൂപ്രണ്ടിന്റെ ഭാഗമായിട്ടുള്ള അവരുടേതായിട്ടുള്ള കുറച്ച് കറക്ഷൻസ് ഒക്കെ എടുത്തിരുന്നു. നമ്മളെല്ലാം കൂടെ ഒന്ന് അവലോകനം ചെയ്തിട്ട് ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നടപടികളിലേക്കാണ് പോകുന്നത്. തുടയിൽ സൂചി തുളച്ചുകയറിയ സംഭവത്തിൽ കുട്ടിക്ക് തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ 14 വർഷം നടത്തേണ്ട ഗതികേടിലാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ, കായംകുളം.